ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് മലയാള സെക്കൻഡിന്റെ പരീക്ഷയാണ് അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് മലയാള സെക്കൻഡിലെ ആദ്യത്തെ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്താണ്, 2 ചിത്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഈ ചിത്രങ്ങളുടെ വിശകലനമൊക്കെ എന്താണ്, ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം അല്ലേ. അതുപോലെ അനുബന്ധ പാഠങ്ങൾ, മറ്റ് 2 അനുബന്ധ പാഠങ്ങൾ കൂടെ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അനുബന്ധ വാക്യങ്ങളിലെ ഓരോ പാഠഭാഗവും തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്യം നമുക്ക് തന്നിട്ടില്ലേ. അപ്പൊ അതൊക്കെ ചോദ്യങ്ങളാണ് അല്ലെ, അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, യൂണിറ്റ് എന്താണ് നമുക്ക് നോക്കാം. അതുപോലെ മക്കൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങളൊക്കെ ടീച്ചർ ഇതുപോലെ വിശദീകരിച്ച് അല്ലെ, കുഞ്ഞു വീഡിയോയിലായിട്ട് വിശദീകരിച്ച് തരേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ കമന്റ് ചെയ്യണം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ. അതനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യാം, അത് വായിച്ചിട്ട് പുതിയ പാഠങ്ങൾ അല്ലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ കോണ്ടന്റുകളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കനിവും കരുതലും എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ പ്രകൃതിയുടെ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതായത് പ്രകൃതിയെ അതേപോലെ നിലനിർത്തണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് എന്താണ്, അത് പരിസ്ഥിതിയുടെ അല്ലെ മനോഹരമായിട്ടുള്ള നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്താണ്, നമ്മൾ മനുഷ്യര് അല്ലെ അനാവശ്യമായിട്ട് പ്രകൃതി ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. വനങ്ങളാണെങ്കിലും അല്ലെ, നമ്മളുടെ പ്രകൃതിയിലുള്ള ഓരോ അല്ലെ ജലാശയങ്ങളാവട്ടെ, അല്ലെ മണ്ണൊലിപ്പ്, അതേപോലെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമുക്ക് അല്ലെ നമ്മൾ കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അമിതമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികളാണ് ഇതിൻ്റെയൊക്കെ കാരണം നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. ആ പ്രാധാന്യത്തെ അത്രത്തോളം വ്യക്തമാക്കുന്ന 2 ചിത്രങ്ങളാണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രകൃതിയും മനുഷ്യനും പരസ്പരം എന്താണ് പോരടിക്കുന്ന കാഴ്ചകൾ എവിടെ തിരഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതായത് കുന്നടിക്കുന്നു, മണൽ വാരുന്നു, ജലാശയങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുന്നു, എല്ലാ തരത്തിലും അല്ലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതി ഇങ്ങനെ കാർന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ കാർന്ന് ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യണം, പ്രകൃതിയുടെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കാർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ അനുദിനം എന്ത് ചെയ്യാണ്, പ്രകൃതി ഇല്ലായ്മ ചെയ്യാണ്. അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്താ പറയാ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ വളരെ ലാഘവത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രകൃതിയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ അത് ഭീകരമായ രീതിയിൽ എന്ത് ചെയ്യും, ഒരു തവണ നമ്മൾ തിരിച്ചടി അല്ലെ നേരിടേണ്ടി തന്നെ വരും. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും എന്ത് ചെയ്യുക, പ്രകൃതിയെ കൂടെ സംരക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു പ്രാധാന്യമാണ് ഈ യൂണിറ്റ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ 2 ചിത്രങ്ങളാണ് അല്ലെ, 3 പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. മക്കൾക്ക് അറിയാലോ ഏതൊക്കെയാണ്, കുരുവിയും കാട്ടുതീയും, കൊച്ചുദേവദാരു, പെരുമഴയും അല്ലെ. അപ്പോൾ ഈ പാഠഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഈ യൂണിറ്റിന്റെ വിശകലനമാണ്. 2 ചിത്രങ്ങളാണ് യൂണിറ്റിന്റെ വിശകലനമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ, പ്രവേശകമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ മുരളി നാഗപ്പുഴ വരച്ചിരിക്കുന്ന ഒരു ചിത്രവും CB ഷിബു വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലടാ. അപ്പൊ ഈ മുരളി നാഗപ്പുഴയുടെ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, മയിലുണ്ട് അല്ലെ, ദേവതമാരുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട്, പൂക്കളുണ്ട്, നിറയെ പച്ചപ്പാണ്, ഭയങ്കര കണ്ണിന് കുളിർമയൊക്കെ ഉള്ളൊരു ചിത്രമാണ് അല്ലെ. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ എപ്പോഴും പച്ചപ്പ്, ഹരിതാപം അല്ലെ, പ്രകൃതി അല്ലെ, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് നമുക്കൊക്കെ ഇഷ്ടം ഉണ്ടാവുക, അത് കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അത്തരത്തിലുള്ള ചിത്രമാണ് ആദ്യത്തെ അല്ലെ മുരളി നാഗപ്പുഴ വരച്ചിരിക്കുന്ന ചിത്രം. രണ്ടാമത്തെ ചിത്രം നോക്കൂ നിങ്ങൾ, CB ഷിബു വരച്ചിരിക്കുന്ന ചിത്രമാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ വിണ്ടു കീറിയ ഭൂമിയാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഒരു തുള്ളി വെള്ളം നോക്കൂ, ശോഷിച്ച് അവശരായിട്ട് നടക്കാൻ പോലും വയ്യാത്ത 2 മനുഷ്യർ എന്ത് ചെയ്തിരിക്കുകയാണ്, കുഞ്ഞ് അല്ലെ എന്താ ഒരു തുള്ളി വെള്ളത്തെ അല്ലെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത്രയും പ്രാധാന്യമായിട്ടുള്ള അല്ലെ വെള്ളത്തെ എന്താണ്, അവർക്ക് എത്രത്തോളം അത് ആവശ്യമാണെന്നുള്ളത് അവരുടെ ശരീരവും അതേപോലെ ഭൂമിയുടെ അവസ്ഥയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചിത്രത്തിൽ അല്ലെ മുരളി നാഗപ്പുഴയുടെ ചിത്രത്തിൽ എന്താണ്, പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു അല്ലെ കാഴ്ചയെ നമ്മൾ കാണുന്നത് അല്ലെ. ഒന്നുകൂടെ ചിത്രം നോക്കൂ നിങ്ങൾ, മനോഹരമായിട്ടുള്ള കാഴ്ചയെ നമ്മൾ കാണുന്നത് അല്ലെ. ഒരുപാട് പക്ഷികളുണ്ട് അല്ലെ, ചിത്രങ്ങൾ എന്താ പറയാ, നമ്മുടെ അല്ലെ പറന്ന് നടക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കനികള്, പച്ചപ്പുണ്ട് അല്ലെ, പ്രകൃതി സമ്പന്നമായിട്ടുള്ള സ്ഥലം, കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ
ഭയങ്കര സന്തോഷത്തിൽ കളിക്കുന്ന കുട്ടികൾ, മയില് വന്നിരിക്കുന്നു, അതേപോലെ പൂന്തേൻ ഉണ്ണുന്ന പൂമ്പാറ്റകൾ. ചിത്രം എത്രത്തോളം ക്ലിയർ ആവുന്നെന്ന് ടീച്ചർക്ക് അറിയില്ല, മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ. അപ്പം എന്താ പറയുക, പൂക്കൾ പൂന്തേൻ ഉണ്ണുന്നത്, മാലാഖമാരുണ്ട് അല്ലേ, പിന്നെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് നമുക്ക് ആദ്യത്തെ ചിത്രത്തെ എന്ത് ചെയ്തത് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? രണ്ടാമത്തെ ചിത്രം നോക്കൂ നിങ്ങൾ. അവശ്യരായിട്ടുള്ള രണ്ട് മനുഷ്യരാണ് അല്ലെ. വരണ്ടുണങ്ങിയ മണ്ണിലൂടെ അവരെന്ത് ചെയ്യണം, ഒരു തുള്ളി വെള്ളവും കൊണ്ട് പോകുന്ന നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോൾ വെള്ളത്തിന്റെ പ്രാധാന്യം, അതേപോലെ എന്താണ് ഇവിടെ വരൾച്ചയെ സൂചിപ്പിക്കുന്നു. വിണ്ട് കീറിയ ഭൂമി അല്ലെ, വരണ്ട പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെ. ഒരു പുൽനാമ്പ് പോലും, ഒരു പച്ചപ്പ് പോലും നമ്മൾ അവിടെ എവിടെയും കാണുന്നില്ല അല്ലെ. അപ്പം നിറയെ പച്ചപ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം ആയിരിക്കണം മനുഷ്യന്റെ ഈ കൊടും ക്രൂരതകൾ കൊണ്ട് അല്ലെ, ചെയ്തികൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കണേ, ഇങ്ങനെയായി ഭൂമിയായി പോയതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്, മനോഹരമായ പ്രദേശത്തെ മരുഭൂമിയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ പിന്തിരിയണം അല്ലെ. ഒരു മരം മുറിക്കുന്ന സമയത്ത് ഒരു 10-15 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് എന്താണ് നമ്മൾ പ്രകൃതിയെ ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ഒക്കെ ജീവിതം അല്ലെ ഇങ്ങനെ ദുരിതത്തിലാകുമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ചിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവും അല്ലെ. ആ പച്ചപ്പായി നിറഞ്ഞിരുന്ന പ്രദേശമാണ് ഇതുപോലെ വറ്റി വരണ്ടു പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മൾ ഇനിയും പ്രകൃതിയെ ചൂഷണം ചെയ്ത് യാത്ര തുടരുകയാണെങ്കിൽ നമ്മളുടെ ഒക്കെ ജീവിതം എന്തായി തീരും എന്ന് പറയുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളുടെയും താരതമ്യം മേ ബി എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ മക്കൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.